സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഗിരിപ്രഭാഷണങ്ങളിൽ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ ഇതിനോടുകൂടി ചേർത്ത് പറയുന്നു, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ കൈക്ക് പിടിച്ചു താങ്ങുന്നു. ജീവിതത്തിലെ വിജയത്തിന് സൗമ്യത കൂടിയേ തീരൂ എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. മിസ്രൈമിലെ കഠിനമായ അടിമത്വത്തിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കളെ മോശ സൗമ്യമായി നയിച്ചത് നമ്മൾ മറന്നു പോകരുത്. മോശ മലമുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ജനം വഴിതെറ്റിപ്പോകുന്നുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം, നായകൻ്റെ ഏറ്റവും വലിയ ഗുണം സൗമ്യതയായിരിക്കണമെന്ന് തന്നെയാണ്. ചരിത്രം പരിശോധിച്ചാലും അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും ചർച്ചിലുമൊക്കെ ഭരിച്ച കാലത്തേക്കാൾ എബ്രഹാം ലിങ്കണും ജവഹർലാൽ നെഹ്റുവും നെൽസൺ മണ്ടേലയും ബറാക് ഒബാമയും ഒക്കെ ഭരിച്ച കാലത്ത് ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇന്ത്യയെ 2 വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ കൂൾ തല എന്നൊക്കെ ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന MS ധോനി. അദ്ദേഹത്തിൻ്റെ ശാന്തമായ സൗമ്യമായ നേതൃത്വമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്നതാണല്ലോ. മീക്ക് എന്ന വാക്കിന് സ്ലോ ടു ആങ്കർ എന്നുകൂടി അർത്ഥമുണ്ട്. സൗമ്യമാണ്, എന്നാൽ തിരുത്തേണ്ടുന്നത് സൗമ്യമായി തിരുത്തും എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അരിസ്റ്റോട്ടിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മിഡ് പോയിന്റ് ബിറ്റ്വീൻ ആങ്കർ ആൻഡ് ആങ്കർലെസ്നെസ് ആണ്. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രത്യേകമായ അനുഭവമാണ്. മലയാളിയുടെ സൗമ്യത തകരുന്ന രംഗം കല്യാണ സദ്യയ്ക്കാണ്. പന്തലിൻ്റെ വാതിൽ തുറക്കുവാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ്. വാതിൽ തുറന്നാൽ ഒരു പാച്ചിലാണ്. എന്തിനാണ് ഓടിയതെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറ്റം പറയരുതല്ലോ. ഇതേ മലയാളി മദ്യശാലയ്ക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ഗുരുവിനോട് ശിഷ്യൻ പരാതി പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഗുരു തൻ്റെ മുമ്പിൽ വരുന്ന വലിയവരെ വേണ്ടതുപോലെ മാനിക്കുന്നില്ല, വലിയവരെയും ചെറിയവരെയും ഒരുപോലെയാണ് സ്വീകരിക്കുന്നതെന്ന്. ഗുരു ഉത്തരവൊന്നും പറയുന്നില്ല. ശിഷ്യനുമായി ഉയർന്ന മലയിലേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ട് ശിഷ്യനോട് പറയുന്നു, താഴേക്ക് നോക്കുക. എത്ര വലിയ മരങ്ങൾ, എത്ര വലിയ കെട്ടിടങ്ങൾ, എല്ലാം ഇപ്പോൾ എത്ര ചെറുതാണല്ലേ, എല്ലാം ചേർന്നുമിരിക്കുന്നു. ഗുരു പറയുന്നുണ്ട്, ഭൂമിയിൽ നാം വലുത് എന്ന് കാണുന്നതൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എത്രയോ ചെറുതാണ്. അതുകൊണ്ട് വലിയവരെന്നോ ചെറിയവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സൗമ്യമായി എല്ലാവരെയും സ്വീകരിക്കുക. കാത്തിരിപ്പിൻ്റെ ഈ കാലഘട്ടം നമ്മെ സൗമ്യമായി പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. എല്ലാത്തിനോടും ഒരു സൗമ്യത പുലർത്തുക. കൊറോണയുടെ കാലഘട്ടം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്നതാണ്. പദവികളോട്, ധനത്തോട്, പ്രകൃതിയോട്, സഹജീവികളോട്, കുടുംബത്തോട് ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ കാലയളവിൽ മാറിപ്പോകുന്നുണ്ട്. നമ്മൾ വലുത് എന്ന് കരുതിയതൊന്നും അത്ര വലുതല്ല. അത് രാഷ്ട്രമായാലും സമ്പത്തായാലും വ്യക്തികളായാലും. ആയുധങ്ങളെപ്പറ്റി ഊറ്റം കൊണ്ടവർ ആതുര ശുശ്രൂഷയ്ക്കായി കേഴുകയാണ്. ആറ്റം ബോംബുണ്ട് എന്ന് കരുതിയവർക്ക് പാരസെറ്റമോൾ ഇല്ല. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നവർക്ക് വെന്റിലേറ്ററുമില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, എന്നാൽ അന്വേഷിക്കാൻ ആരുമില്ല. മനുഷ്യ, കുറച്ചുകൂടി സൗമ്യനാകുക എന്ന് തന്നെയാണ് കാത്തിരിപ്പിൻ്റെ ഈ കാലഘട്ടം പറയുന്നത്. തമ്പുരാൻ്റെ വാക്കുകൾ നമുക്ക് കൂടുതൽ ബലമാകട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ കൊറോണയുടെ, ഈ വേദനയുടെ കാലഘട്ടത്തിൽ ഒരു സൗഖ്യത്തിനായി പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന കാലഘട്ടം സൗമ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.